നാളിൽ പല ആളുകളും വിശുദ്ധി പാലിക്കാൻ വേണ്ടി വിശുദ്ധിയുടെ ജീവിതം ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയായിരുന്നു, അമേരിക്ക വെച്ച് സഹോദരൻ പറയായിരുന്നു, അതായത് ഈ മൊബൈൽ ഫോണിലൂടെയാണ് ലോകത്തെ പൈശാചിക ബന്ധനം മുഴുവൻ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചില ആൾക്കാർ വിശുദ്ധി പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഹല്ലേലൂയ. വലിയ കൃപയിൽ അവർ ചോദിക്കുന്നത്. ഒരാൾ എന്നെ പറയുകയാണ് വെച്ചാൽ, ഞാൻ എൻ്റെ മുറി കയറുന്നതിന് മുമ്പ് എൻ്റെ മൊബൈൽ ഫോൺ മുറിയുടെ ഫ്രണ്ടിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്. ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പോയി എൻ്റെ മുറി കയറും. ഡിവൈസുകളൊന്നും എൻ്റെ മുറിക്കകത്ത് കയറ്റില്ല. ഇവിടെ നമ്മുടെ ഒരു 6-7 വർഷമായിട്ട് വചനത്തിൽ നിൽക്കുന്ന വലിയ ജ്ഞാനിയായ വലിയ കൃപയുള്ള ഒരു മനുഷ്യൻ പറയാം, അങ്ങ് തീരുമാനമെടുത്ത വ്യക്തിയാണ്. ഒരു വ്യക്തിയുണ്ട്, ആള് സ്മാർട്ട് ഫോൺ കളഞ്ഞിട്ട് സാധാ ഫോൺ ഉപയോഗിക്കും. വിശുദ്ധി പാലിക്കുക, വിശുദ്ധിക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് എടുക്കുന്നത്. ഒന്നത് അതിൽ വൈദികരുണ്ട്, സന്യസ്തരും, അതുപോലെ തന്നെ അൽമായ മക്കൾ നല്ല വിശുദ്ധി പാലിക്കാൻ വേണ്ടി അവരെടുക്കുന്ന വലിയൊരു തീരുമാനം ഓർക്കുക. കാരണം അതാണ് പ്രധാനപ്പെട്ട. കാരണം അവർ പരിശുദ്ധാത്മ കിട്ടിയവരുടെ പ്രത്യേകത, പരിശുദ്ധാത്മ തൊട്ട വ്യക്തിക്ക് പരിശുദ്ധിയോട് ആഗ്രഹം കൂട്ടിക്കൊണ്ടിരിക്കും. പരിശുദ്ധ ജീവിതത്തോട് ആഗ്രഹമാണ്. ആ പരിശുദ്ധ ജീവിതത്തോട് ആഗ്രഹമാണ് പരിശുദ്ധ അഭിഷേകത്തെ തെളിവ്. അവർക്ക് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ തൊട്ട് പരിശുദ്ധി നിറയാൻ വേണ്ടി, അപ്പം അതിനുവേണ്ടി തൻ്റെ എല്ലാ കാര്യങ്ങളും, തൻ്റെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങനെ സൂക്ഷിക്കാൻ കാണും. ബന്ധനം പൊട്ടിച്ചേർന്ന് കാണാൻ. വേറെ ഒരാൾ പറയാം, അത് ആൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ മുറിയിൽ ആൾ ചെയ്യുന്ന പ്രവൃത്തി, ആൾ മുറിച്ച് വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നു ഓപ്പൺ ചെയ്തിട്ട് എല്ലാ വാതിലും കുടുംബാംഗങ്ങൾ കണച്ചിൽ പ്രൈവസി വെക്കുന്നു. പ്രൈവസിയിലോട്ട് വിശ്വാസിക്കുക. അടച്ചിടുന്നിടത്തെല്ലാം പലതും അടയ്ക്കാനുണ്ടല്ലോ. വിശുദ്ധി പാലിക്കാൻ വേണ്ടി എടുക്കുന്ന ഹൈ റിസ്ക്. ഞാൻ അമേരിക്കയിൽ വെച്ച് കേട്ട കാര്യം ഞാൻ പറഞ്ഞു. വിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആഗ്രഹം. സഭ ലോകത്ത് നേടുന്നത് അറിവ് കൊടുത്തല്ല, സഭയുടെ വിശുദ്ധി കൊണ്ടാണ് സഭ ലോകത്തെ നേടാൻ പോകുന്നത്. അനേകം ആത്മാക്കളെ നേടാൻ പോകും നമ്മുടെ കഴിവും അറിവും. യേശു പഠനം കൊടുത്താൽ വളരത്തില്ല. വളർന്ന് വിശുദ്ധി പകരുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്. 2 കരങ്ങൾ ഹല്ലേലൂയ. ബന്ധനമായിട്ട് യേശുവിന്റെ നാമത്തിൽ.